Hi, okay, welcome back to Xylem Learning. Here is a man, your man behind your success. It's me, Ashik sir. Just begin. So, മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റൈസ് ഓഫ് എംബേഴ്സ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സാർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് എന്താണ് ലൈഫ് ഇൻ ദ മൗര്യൻ പീരീഡ്. ഓക്കെ, എന്താണ് മൗര്യൻ പീരീഡിൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റ്സ് സാറ് പഠിപ്പിച്ചു തരും. അത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചോ. ബിക്കോസ് എന്താണ് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള പല പോയിന്റ്സ് നിങ്ങൾക്ക് ആൻസറിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, സിറ്റീസ് ലൈക്ക് പാടലിപുത്രയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ സെന്റർ ആയിട്ട് നിൽക്കുന്നത് അല്ലേ. മെയിൻ സെന്റർ അല്ലേ, എന്താ കിങ് എന്ന് പറയുന്ന പോലെ മെയിൻ സെന്റർ ആരാണ്, നമ്മുടെ പാടലിപുത്രയാണ്. അത് നിങ്ങൾ അടിപൊളിയായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, പാടലിപുത്രയാണ് മെയിൻ പിന്നെ സെന്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡ് കാര്യം എന്താണ്, മൗര്യൻ പീരീഡിൽ എന്തുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടാക്സേഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ മക്കളെ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടാക്സേഷൻ സിസ്റ്റം ഉണ്ട്. ദെൻ എന്താണ്, ആക്റ്റീവ് ട്രേഡുകളും അവിടെ നടന്നിരുന്നു. അങ്ങനെ ആക്റ്റീവ് ട്രേഡും ടാക്സേഷനും ഒക്കെ ഉള്ളത് കൊണ്ട് എന്താണ്, മൗര്യൻ എക്കണോമി വളരെ സ്ട്രോങ് ആയിരുന്നു, പവറായിരുന്നു, സീനായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, അവരുടെ വരുമാന സ്രോതസ് എന്താണ് മക്കളെ, വരുമാന സ്രോതസ് എന്തായിരിക്കും, നിങ്ങൾ പറ എന്തായിരിക്കും. യെസ്, അഗ്രികൾച്ചറാണ് അല്ലേ. അഗ്രികൾച്ചർ വാസ് എ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ് അല്ലേ. മേജർ സോഴ്സ് എന്തായിരുന്നു, അഗ്രികൾച്ചറാണ്. നിങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാം അല്ലേ, കർഷകനല്ലേ മേഡം, ഒന്ന് കളമറിക്കാൻ ഇറങ്ങിയെന്ന് പറയുന്ന പോലെ ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ദെൻ എന്താണ് മക്കളെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് അഗ്രികൾച്ചറൊക്കെ ചെയ്ത് കൾട്ടിവേറ്റ് ഒക്കെ ചെയ്ത് നല്ല പൊളിയായിട്ടുള്ളത് കൊണ്ട് എന്താണ്, അവർക്ക് ഫുഡ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. വെച്ചാൽ ഫുഡ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അല്ലേ. ഫുഡ് ഉണ്ടായിരുന്നു, ഫുഡിന് യാതൊരു തരത്തിലുള്ള പിന്നെ ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. സ്കേഴ്സിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു അല്ലേ. ഫുഡ് നന്നായിട്ട് അവൈലബിൾ ആയിരുന്നു. ആൻഡ് ദ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, സിറ്റിയിൽ ഒരുപാട് ആർട്ടിസൻസും പിന്നെ ബ്ലാക്ക് സ്മിത്സും പോട്ടേഴ്സും കാർപ്പൻറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും സിറ്റികളിൽ ചെയ്യാറുണ്ടായിരുന്നു. എന്താ പിന്നെന്താണ്, അവർ ഏത് ഡ്രസ്സാണ് ധരിച്ചിരുന്നത് അല്ലേ, ഇതുപോലെയുള്ള ഡെനിം ഷർട്ട്സ് ആണോ, അല്ല, അവർ മെയിൻലി കോട്ടൺ ക്ലോത്തുകളാണ് എന്ത് ചെയ്യുന്നത്, മെയിൻലി അവരെന്ത് ചെയ്തിട്ടുള്ളത്, ധരിച്ചിട്ടുള്ളത് അല്ലേ. നിങ്ങൾക്ക് ഇവിടെ കാണാം കോട്ടൻ്റെ ക്ലോത്ത്സുകളാണ് അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക, എൻ്റെ മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ലൈഫ് ഇൻ ദ മൗര്യൻ പീരീഡ് ഉറപ്പായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ആ സമയത്ത് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ഈ പോയിന്റ്സ് ആൻസറിലേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ ആണോ മക്കളെ. സോ യുവർ ക്ലാസ് ഇസ് ഓവർ ബട്ട് ദ റോർ ഓഫ് ലേണിംഗ് നെവർ എൻഡ്സ്. ദിസ് ഇസ് എ മാൻ ആഷിക് സർ, ജസ്റ്റ് സൈനിങ് ഓഫ്. താങ്ക് യു, ബൈ.